ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് അടിപൊളി 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേറെ ഒന്നും വേണ്ട. അമൃതം പൊടി ഒരു പാക്കറ്റ് അമൃതം പൊടി ഒന്ന് വേണം. പിന്നെ വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, മല്ലിത്തഴ ഉണ്ടെങ്കിൽ മല്ലിത്തഴ എടുക്കാം. ഇല്ല, അത് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പം അല്ലെങ്കിൽ കറിവേപ്പില ചെറുതായി മുറിച്ചിട്ടാലും മതി, അരിഞ്ഞാലും മതി. അപ്പോൾ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ അമൃതം പൊടി ഇല്ലാത്തൊരു സങ്കടപ്പെടണ്ട കേട്ടോ. അതിൻ്റെ പകരം നമുക്ക് ഗോതമ്പ് പൊടി എടുത്താലും മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഞായറാഴ്ചയാണ് ഉണ്ടാക്കിയത്. കാരണം കുട്ടികൾ ഒരേ ബഹളമായിരുന്നു, സ്കൂൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം അമ്മ തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ പറഞ്ഞിട്ട് ഒരേ ബഹളമായിരുന്നു. 4 ആളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരി, എന്തെങ്കിലും ഉണ്ടാക്കി തരാം, അമൃതം പൊടിയും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അവരൊന്നും ഉണ്ട വേണ്ട, പൊടി വറുത്ത് അവിലസ് പൊടിയാക്കി തന്നാലും മതി പറഞ്ഞു. അപ്പം ഞാൻ പൊടി വറുത്ത് അവിലസ് പൊടിയാക്കി കൊടുത്താൽ എനിക്ക് എന്നെ പണി കിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അമൃതം പൊടി അതിലിട്ട് കൊടുത്തിട്ട് ബാക്കി ഇതാ എന്താ പറയുക, ഉള്ളി അരിഞ്ഞ് വെച്ചത്, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഇളം ചൂടുള്ള, നല്ല തിളച്ച വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ലേശം ഉപ്പിട്ടിട്ട് ഇളം ചൂടുള്ള വെള്ളം ഇട്ടിട്ട് വേണം നമുക്ക് നന്നായി കുഴച്ചെടുക്കാൻ കേട്ടോ. നമ്മൾ പച്ചവെള്ളം എടുക്കരുത്. അപ്പോൾ അന്ന് തിളച്ച വെള്ളവും പറ്റില്ല, ഇളം ചൂടുള്ള വെള്ളം മാത്രം എടുത്തിട്ട് ഒഴിച്ചിട്ട് നന്നായി കുഴക്കണം കേട്ടോ. കുഴച്ച് പരിവാക്കണം. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നും ഉണ്ടയല്ലമ്മ ഉണ്ടാക്കി തരുന്നു. അപ്പം ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ, നല്ല മഴയല്ലമ്മ. അപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കും തോന്നി, കുട്ടികളിങ്ങനെ പറയുമ്പോൾ നമുക്കും ഒരു സങ്കടം വന്നു കേട്ടോ. അപ്പം ഞാൻ പൊടി വറുത്ത് നമ്മൾ അവിലസ് പൊടിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ പരത്തും. അവർ കഴിക്കുമ്പോൾ പാറൂസൊക്കെ വെറുതെ അവിടെയും ഇവിടെയും കളയും. പിന്നെ നമുക്ക് 1 പണിക്ക് 2 പണിയാണ്. ഇവിടെയൊക്കെ ഇറുമ്പ് വരും. അതൊക്കെ ആലോചിച്ചപ്പോൾ അയ്യോ അത് വേണ്ട പറഞ്ഞു. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് കട്ട്ലൈറ്റ് ആയിരുന്നു. പക്ഷെ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയില്ല. അത് എണ്ണൻ്റെ ഒരു ഇത് കൊണ്ട് ഞാൻ അത് പൊരിച്ചെടുക്കണ്ടേ, അപ്പോൾ എണ്ണയും നല്ലതല്ലല്ലോ പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനിത് ഉണ്ടംപൊരി പോലെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഈ നന്നായി മാവിനെ കുഴച്ചിട്ട് ഉണ്ടംപൊരി പോലെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ ആദ്യം കട്ട്ലൈറ്റിൻ്റെയാണ് വന്നത്. പക്ഷെ പിന്നെ അത് വേണ്ട വെച്ചിട്ട് പിന്നെ ഞാൻ ഉണ്ട പിടിച്ച് കൊടുക്കുക, ആവിയിൽ വേവിച്ച് കൊടുക്കുക, അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുണ്ടാക്കും എന്ന് പറഞ്ഞിട്ടാണ് കുഴച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്ഥിരമായിട്ടൊരിതുണ്ടായിരുന്നില്ല ഈ കുഴയ്ക്കുമ്പോൾ. ഇന്നത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ കുഴച്ചത് കേട്ടോ. അപ്പം അവർക്ക് എന്തെങ്കിലും വെറൈറ്റി ആയി ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം, അത്രേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുവരെ കഴിക്കാത്തതായിരിക്കണം എന്ന് അങ്ങനെ അവർ പറയുകയും ചെയ്തു. അപ്പോൾ ശരി എന്നാൽ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇളം ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി കുഴച്ച്, നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ല അതേപോലെ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് വെള്ളം, ഉപ്പ്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്തത് കൊണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് അമൃതം പൊടി പറഞ്ഞാൽ പഴയതുപോലെ നല്ല മധുരമുണ്ട്. അപ്പോൾ പിന്നെ അത് മിക്കവാറും ഇങ്ങനെ തനിയെ ഉണ്ട പിടിച്ചൊക്കെ ഒന്നും ആർക്കും ഇഷ്ടമാവില്ല അധികം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ കുട്ടികൾ എന്തായാലും കഴിക്കും, അവർക്ക് ഭയങ്കര ഇഷ്ടമാവും, അത് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാനിതാ ഈ പൊടിനെ നമ്മൾ കുഴച്ച് വെച്ച മാവിനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഇനി നമുക്ക് ഈ മൊത്തം പൊടിയും കുഴച്ച് വെച്ച മാവിനെയും നമുക്ക് ഇങ്ങനെ ഉണ്ടകളാക്കി എടുക്കാം. ഞങ്ങൾ പിന്നെ കുട്ടികൾ കൂടുതലുള്ളത് കൊണ്ട് എത്ര ഉണ്ടാക്കിയാലും കഴിയും. കൂടുതൽ അളവെടുക്കണം എന്തിനായാലും. അപ്പം എനിക്ക് കൈയാണെങ്കിലും നമ്മൾ ബോൾ ഉണ്ടയെ പിടിക്കുമ്പോൾ ചെറിയ ഉണ്ട കിട്ടില്ല. ഈ ചപ്പാത്തിക്കായാലും ഒക്കെ വലുതായിട്ടേ വരുള്ളൂ. എനിക്ക് കുഞ്ഞതാക്കാൻ പെട്ടെന്ന് കിട്ടില്ല, അതേ ശീലമായിപ്പോയതാണ്. അപ്പം ഞാനത് ആ മാവിനെയൊക്കെ ഉണ്ടകളായിട്ട് ബോളുകൾ പോലെ ആക്കി വെക്കുകയാണ്. അപ്പം എൻ്റെ മോൻ പറയുന്നുണ്ടായിരുന്നു, അമ്മ നല്ല രസമാണല്ലേ, നല്ല കട്ടൻ ചായയും ഈ ഉണ്ട പൊരിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലേ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എണ്ണ കൂടുതൽ കഴിക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചീഞ്ചട്ടിയിലിട്ട് ചൂടാക്കി തരാം എണ്ണ ഒഴിച്ചിട്ട്, അല്ലാണ്ട് പൊരിച്ച് നീക്കി കോരി എടുത്ത് തരാൻ പറ്റില്ല. ചിലപ്പോൾ മഴക്കാലമാണ് വയറിളകും പറഞ്ഞിട്ട് ഞാൻ അവനെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ ശരിയമ്മ എന്നെങ്ങനെയുണ്ട് നോക്കട്ടെ എന്നൊക്കെ പണ്ട് അടുത്ത് തന്നെ ഇരുന്നത് കൂട്ടം കൂടി ഇരിക്കണം. പാറക്കുട്ടി കിണ്ണം കൊണ്ട് ഉണ്ടി ഉണ്ടാക്കണ കണ്ടതും അവള് വിചാരിച്ചു അമ്മ അമൃതാമൊടി എപ്പോഴും ഉണ്ടാക്കി കൊടുക്കും, അരിയൊക്കെ വറുത്ത് ഉണ്ടി ഉണ്ടാക്കി കൊടുക്കും. അതേപോലെ ആയിരിക്കും പറഞ്ഞിട്ട് കിണ്ണവും കൊണ്ടാണ് വന്നിരിക്കുന്ന ആള്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ഇനിയും കുറച്ച് പണിയുണ്ട് പാറൂസേ, എന്നിട്ട് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. അത് പറ്റില്ല അവിടുന്ന് കരഞ്ഞ് അവളത് വാങ്ങിയിട്ടാണ്, അവിടുന്ന് കുറച്ച് മാവ് വാങ്ങിയിട്ടാണ് അവള് പോയത്. അപ്പോൾ ഇതാ എന്താ പറയാ, നമ്മളിതാ ഉണ്ടയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പൊടി ഫുള്ളായിട്ട് ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഉണ്ട പിടിച്ചു. പിന്നെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മതാ ഗ്യാസിൽ ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ച്, ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ എണ്ണ അധികം വേണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് മറിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ലേശം എണ്ണ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചില്ല. കാരണം നല്ല മഴയും എന്താ പറയാ പനി സീസണാണ്, അതേപോലെ വയറിളക്കം, ഛർദി അതെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഒരുപാട് എണ്ണ കൊടുക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞ് ഞാൻ ലേശം എണ്ണ ഒഴിച്ച് അതാ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പറഞ്ഞ് ഈ ഓരോരോ ബോളായിട്ട് ഈ ഉണ്ട പിടിച്ചത് ഓരോന്നായിട്ട് അതിൽ ഇട്ട് കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചും ഇട്ട് മുരിച്ചെടുക്കണം. കാരണം നമുക്ക് നിറയെ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇട്ടും കൊണ്ട് കോരിയെടുക്കാം. ഇതിപ്പം നമ്മൾ കുറച്ച് എണ്ണയിൽ ഒഴിച്ചിരിക്കണം. അപ്പം അടുത്തുനിന്ന് മാറാണ്ട് സിമ്മാക്കിയിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇതിനെ വേവിച്ചെടുക്കണം, വേവിക്കല്ല മുരിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ മക്കളൊക്കെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, അതാ എപ്പോഴാണ് ആവണ് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. കാരണം നമ്മൾ ഒന്നാമത് എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, പിന്നെ ഒന്നാമത് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്, കരി പിടിക്കാൻ. അപ്പം നമ്മൾ ഇങ്ങനെ മെല്ലെ ഒന്ന് ഒരു അടിഭാഗം തിരിയൊന്ന് കളർ ചേഞ്ച് വരുമ്പോൾ കുറച്ചിങ്ങനെ മുരിച്ചെടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം മധുരം ഒന്നാമത് അത്ര മധുരം ഉണ്ടാവില്ല, നമ്മൾ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, അതേപോലെ ഉപ്പ് എല്ലാം ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും, മധുരം അത്രയും ഉണ്ടാവില്ല. അപ്പം ഇതുവരെ ആരെങ്കിലും ഈ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല, ഇപ്പോൾ മഴക്കാലമാണ്, അപ്പോൾ അമൃതം പൊടിയൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ മതി. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടവും. പിന്നെ അമൃതം പൊടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയും കൊണ്ടാണെങ്കിലും ഇത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ ഗോതമ്പ് പൊടിയായാലും അമൃതം പൊടിയായാലും നമ്മൾ ഈ പൊടി എടുക്കുമ്പോൾ കുറച്ച് റവയുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. പക്ഷേ എൻ്റെ വീട്ടിൽ റവ ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ ആലോചിച്ചു, പിന്നെ ഇങ്ങനെ മതി, ഇനിയിപ്പോൾ കടയിലേക്ക് അയച്ചു വിടേണ്ട കുട്ടികളിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇരുന്നതാണ്. അപ്പം റവ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെയായാലും ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഗോതമ്പ് പൊടിയും കൊണ്ടായാലും ശരി, അമൃതം പൊടിയും കൊണ്ടായാലും ഇങ്ങനെയൊന്നും സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെയൊന്നും എന്തായാലും ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, മറക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ രണ്ട് സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം എടുത്ത് സിമ്മാക്കിയിട്ട് കുറച്ച് സമയമായി വെച്ചിട്ട്, കാരണം ഉള്ളൊക്കെ നന്നായി വേവണമല്ലോ, അല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് ഇനി വയറ് ചീത്തയാവണ്ടെന്ന് പറഞ്ഞിട്ട് നന്നായി സമയം എടുത്തിട്ടാണ് ചെയ്തത്. പിന്നെ ഒന്നാമത് അമൃതം പൊടി നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് പ്രശ്നമില്ല, ഒരുവിധം വെന്തതാണ്. നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണല്ലോ കുഴച്ചത്. പിന്നെ എന്നാലും അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് തിരിയൊന്ന് മൊരിഞ്ഞ് വേവണ്ടേ, അല്ലെങ്കിൽ കുട്ടികളുടെ വയറൊന്ന് തിരി കംപ്ലൈൻ്റ് ആയ മഴക്കാലവും കൂടിയാണ്, അതുകൊണ്ട് നമ്മുടെ പരീക്ഷണം അവരിൽ അസുഖം വരുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതാ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല, കഴിച്ചു നോക്കി, ഞാൻ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നല്ല മണമൊക്കെ വന്നു കേട്ടോ. ഇതാ സൂപ്പറായിട്ട് എന്താ പറയുക, ഉണ്ടകളൊക്കെ പിടിച്ചു വെച്ചത് ഇനി ഓരോരുന്ന് ഇത് മുഴുവൻ പൊരിച്ചെടുക്കണം, അപ്പോഴേക്കും ഗ്യാസും എണ്ണയും ഒരു വിധം ആവും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരുന്നു. അപ്പോൾ പിന്നെ അത്ര എണ്ണൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ, ഈ എണ്ണ തന്നെ മതിയായിരുന്നു എല്ലാം തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കുക, അധികം ആവശ്യം വന്നില്ല. അതാ നമ്മുടെ എല്ലാ ഉണ്ടകളും ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ എല്ലാം കരിഞ്ഞിരിക്കുന്നതെന്ന്, ഒട്ടും കരിഞ്ഞിട്ടില്ല. എന്താ പറയുക, വെളി മാത്രം ഇങ്ങനെ ആയിട്ടുള്ളൂ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ചൂടും ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്. ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോഴേക്കും എന്താ മണം അറിയോ, നല്ല മണം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടാ, നല്ല ടേസ്റ്റ്. അപ്പോൾ പാറക്കുട്ടിയാണ്, ഞാൻ എന്ത് ഉണ്ടാക്കിയാലും അവളാണ് ഫസ്റ്റ് വന്ന് നിൽക്കുക. അപ്പം അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവൾ നന്നായിട്ടുണ്ട് അമ്മ പറഞ്ഞു. അപ്പോഴേക്കും മൂന്നാമത്തെ ആൾ അടുത്തുണ്ടായിരുന്നു.
അപ്പോഴേക്കും വേറെ ഒരാൾ ഓടിക്കൊണ്ടുവന്നു, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത അമൃതം പൊടി ഇഷ്ടാവും, കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് എങ്ങനെയാ വോയിസ് അവർക്ക് കൊടുക്കുക, എങ്ങനെയാ സംസാരിക്കാന്ന് എനിക്ക് ഇപ്പോഴും ക്ലിയർ അല്ല. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ ഞാൻ ആ തെറ്റ് തിരുത്തി ഞാൻ മുന്നോട്ട് പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി ഈ ഉണ്ടയും പിന്നെ ഇതിൻ്റെ ഒപ്പം കട്ടൻ ചായയും കൂടിയിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. നല്ല മഴയാണ്, അപ്പോൾ ഇതും ചായയും കൂടി ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.